തമിഴ്നാട് സ്വദേശി 7 വയസ്സുകാരൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യും. ഇന്നലെ രാവിലെ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ ലോകിനേനി യശ്വൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കരൾ, കിഡ്നി, കോർണിയ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്യുക. കിംസ് ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി ആംബുലൻസ് പുറപ്പെടുകയാണ്. വിവരങ്ങളുമായി നൗഫൽ ചേരുന്നുണ്ട് കിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. നൗഫൽ, ഏതായാലും വീണ്ടും കേരളം അവയവദാനത്തിന് മാതൃകയാകുകയാണ്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 വയസ്സുകാരൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുക. എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? അവിടെ നിന്ന് പുറപ്പെട്ടോ ആംബുലൻസ്? തമിഴ്നാട് സ്വദേശിയായ 7 വയസ്സുകാരൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യും. ഇന്നലെ രാവിലെ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ ലോകിനേനി യാഷ്വൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കരൾ, കിഡ്നി, കോർണിയ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്യുന്നത്. കിംസ് ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി ആംബുലൻസ് പുറപ്പെടുന്നു. വിവരങ്ങളുമായി നൗഫൽ ചേരുക. നൗഫൽ, എന്താണ് ഈ കുഞ്ഞ് വലിയ മാതൃകയാവുകയാണ്? കുഞ്ഞ് മരിക്കുമ്പോഴും നിരവധി പേർക്ക് ജീവനാവുകയാണ്. കേരളം പുതിയ മാതൃക, വീണ്ടും അവയവദാനത്തിനൊരു മാതൃക കാട്ടുന്നു. എന്താണ് കിംസ് ആശുപത്രിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു പറയുന്ന കഴിഞ്ഞ ജൂൺ 26-നാണ് ഈ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള ഈ കുഞ്ഞ് 7 വയസ്സുകാരൻ മരണപ്പെടുന്നത്. അവിടെ തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് കഴിഞ്ഞ ജൂലൈ 5-ന് അഥവാ ജൂലൈ 5-ന് ഇന്നലെ മരണപ്പെടുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ അവയവങ്ങളാണിപ്പോൾ ദാനം ചെയ്യാൻ ആ കുടുംബം തയ്യാറായത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള കുഞ്ഞിന് കൈമാറുന്നതിന് ദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് വൃക്ക ദാനം ചെയ്യുന്നത്. 2 വൃക്കകളും ദാനം ചെയ്തു. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരെണ്ണം ഈ പറയുന്ന കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്കാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞിന് വേണ്ടി ദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നുള്ള സംഘം ആ ആശുപത്രിയുമായി കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള ഒരു ഡ്രൈവറാണ് അത് ഓടിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ കോഴിക്കോടേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. ഈ കുഞ്ഞിൻ്റെ മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായി കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ അവയവദാനത്തിൻ്റെ ഒരു മഹത്തായ മാതൃക തന്നെയാണ് വീണ്ടും കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അവയവദാനത്തിന് കൂടി കേരളം. ശരി, നൗഫലാണ് തിരുവനന്തപുരത്ത് നിന്ന് കിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.